PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള 100% സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിലബസ് എന്താണെന്നും സിലബസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ സാലറി പാക്കേജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ വീണ്ടും പറയുന്നില്ല. നമ്മൾ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരനാൾ വരെ എന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. ഈ ഒരു ടോപ്പിക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ എടുത്ത് അതിൽ നമ്മൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചു. അതുപോലെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ധർമ്മരാജയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ധർമ്മരാജയെക്കുറിച്ച് പഠിച്ചു പോകാം. മറക്കണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എടുത്തു കൊണ്ടുപോകാനുള്ള ഏക പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പഠിക്കാം ധർമ്മരാജ. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ധർമ്മരാജയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിപ്പോവാം. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. തിരുവിതാംകൂറിൻ്റെ 2ാമത്തെ രാജാവാണ് ആര്? ധർമ്മരാജ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൻ്റെ 2ാമത്തെ രാജാവാണ് ധർമ്മരാജാവ്. ആദ്യത്തേത് ആരായിരുന്നു? ആദ്യത്തേത് മാർത്താണ്ഡവർമ്മയായിരുന്നു. അപ്പോൾ ധർമ്മരാജയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ധർമ്മരാജയുടെ ശരിയായ നാമം എന്താണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്താണ് ധർമ്മരാജയുടെ യഥാർത്ഥ നാമം. ധർമ്മരാജയുടെ യഥാർത്ഥ നാമം എന്താണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്താണ്? കിഴവൻ രാജ, തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവായൂർ മൂപ്പൻ എന്നിവയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഈ ധർമ്മരാജയാണ്. കിഴവൻ രാജ, തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവായൂർ മൂപ്പൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ആര്? നമ്മുടെ ധർമ്മരാജ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ധർമ്മരാജയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. നമ്മൾ മാർത്താണ്ഡവർമ്മ പറഞ്ഞിരുന്നു. മാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂറിൻ്റെ ആദ്യ ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അതായത് തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. പിന്നീട് വന്ന രാജാവാണ് ധർമ്മരാജ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പത്മനാഭപുരത്തെ എങ്ങോട്ടേക്ക് ആസ്ഥാനമാക്കി മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും എങ്ങോട്ടേക്ക് മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് ധർമ്മരാജ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ 2ാമത്തെ രാജാവാണ്. ധർമ്മരാജയുടെ ശരിയായ നാമം കാർത്തിക തിരുനാൾ രാമവർമ്മ എന്താണ്? കിഴവൻ രാജ, തൃപ്പാപ്പൂർ മൂപ്പൻ, ചിറവായൂർ മൂപ്പൻ എന്നിവയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ധർമ്മരാജയാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ധർമ്മരാജയാണ്. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയും ആര് തന്നെയാണ്? ധർമ്മരാജ തന്നെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം പണികഴിപ്പിച്ച വ്യക്തി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം പണികഴിപ്പിച്ചത് ആരാണ്? ധർമ്മരാജയാണ്. 2ാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ആദ്യ തൃപ്പടിദാനം നടത്തിയതാരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചപ്പോൾ. അപ്പോൾ 2ാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആര്? ധർമ്മരാജ. അപ്പോൾ ഓർക്കുക, ആദ്യത്തെ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത് ആദ്യമായിട്ട്. 2ാമത്തെ രാജാവ് ധർമ്മരാജയായതുകൊണ്ട് തന്നെ 2ാം തൃപ്പടിദാനം നടത്തിയത് ആരായിരിക്കണം? ധർമ്മരാജയാണ്. അപ്പോൾ ഹൈദരാലിയും ടിപ്പു സുൽത്താനും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ്. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയൊക്കെ മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ധർമ്മരാജയാണ്. ഇനി ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്ന് വന്ന ജനങ്ങൾക്ക് അഭയം നൽകിയതിനാലാണ് കാർത്തിക തിരുനാൾ ധർമ്മരാജ എന്നൊരു പേര് നമ്മുടെ ആർക്ക് കിട്ടാൻ കാരണം? രാമവർമ്മയ്ക്ക് കിട്ടാൻ കാരണം. ശരിക്കും കാർത്തിക തിരുനാൾ രാമവർമ്മ എന്താണ് അദ്ദേഹത്തിൻ്റെ നാമം. അത് ധർമ്മരാജ എന്ന് വരാൻ കാരണം എന്താണ്? ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്ന് വന്ന ജനങ്ങൾക്ക് അഭയം നൽകിയതിനാലാണ് ധർമ്മരാജ എന്നൊരു പേര് ഇദ്ദേഹത്തിന് കിട്ടാൻ കാരണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം പണികഴിപ്പിച്ച ഭരണാധികാരിയാണ്. 2ാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ്. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് മലബാറിൽ നിന്ന് വന്ന ജനങ്ങൾക്ക് അഭയം കൊടുത്തതിനാലാണ് ധർമ്മരാജ എന്നൊരു പേര് ഇദ്ദേഹത്തിന് വരാൻ കാരണം.
കൊച്ചി തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവ്. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? അത് ധർമ്മരാജയായിരുന്നു. ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1762 ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിൽ? കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലാണ് ഇത് ഒപ്പുവെക്കുന്നത്. ശുചീന്ദ്ര സത്യാഗ്രഹ ഉടമ്പടിയുടെ സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആര്? നമ്മുടെ ധർമ്മരാജ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ തിരുവിതാംകൂറിൽ ആട്ടക്കഥകൾ രചിച്ചത് രാജാവാണ് ആര്? ധർമ്മരാജ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ധർമ്മരാജ രചിച്ച കൃതിയാണ് ബാലരാമഭാരതം. ബാലരാമഭാരതം ആര് രചിച്ച കൃതിയാണ്? ധർമ്മരാജ. എന്തിൻ്റെ അടിസ്ഥാനമാക്കി? ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ധർമ്മരാജ രചിച്ച കൃതിയാണ് ബാലരാമഭാരതം എന്ന് പറയുന്നത്. വയലിൻ വായിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന തിരുവിതാംകൂർ രാജാവ്. വയലിൻ വായിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? ധർമ്മരാജ. അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. അതുപോലെ തന്നെ ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1762 ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ധർമ്മരാജ രചിച്ച കൃതിയാണ് ബാലരാമഭാരതം എന്ന് പറയുന്നത്. വയലിൻ വായിക്കുന്ന വിദഗ്ധനായിരുന്നു ആര്? ഈ ഒരു നമ്മുടെ ധർമ്മരാജ എന്ന് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ എന്നിവ ധർമ്മരാജയുടെ സദസ്സിലുണ്ടായിരുന്നവരായിരുന്നു. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ എന്നിവർ ആരുടെ സദസ്സിലുണ്ടായിരുന്നവരായിരുന്നു? നമ്മുടെ ധർമ്മരാജയുടെ സദസ്സിലുണ്ടായിരുന്നവരായിരുന്നു. വത്തിക്കാനിലെ പോപ്പുമായി കത്തിടപാടുകൾ നടത്തിയ തിരുവിതാംകൂർ രാജാവ്. വത്തിക്കാനിലെ പോപ്പുമായിട്ട് കത്തിടപാടുകൾ നടത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? ധർമ്മരാജ എന്ന് പറയുന്നത്. ധർമ്മരാജയുടെ മന്ത്രിമാർ രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുമായിരുന്നു. രാജവർമ്മയുടെ മന്ത്രിമാരാരായിരുന്നു? രാജവർമ്മയുടെ മന്ത്രിമാരെന്ന് പറയുന്നത് രാജാ കേശവദാസും അതുപോലെ തന്നെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുമാണ്. രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുമാണ് നമ്മുടെ ധർമ്മരാജയുടെ മന്ത്രിമാരെന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മരാജയുടെ മന്ത്രിമാർ ആരൊക്കെയായിരുന്നു? രാജാ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും. കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ എന്നിവർ ധർമ്മരാജയുടെ സദസ്സിലുണ്ടായിരുന്നവരായിരുന്നു. വത്തിക്കാനിൽ പോപ്പുമായി കത്തിടപാട് നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. ധർമ്മരാജ മന്ത്രിമാർ രാജാ കേശവദാസനും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുമായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ദിവാനെക്കുറിച്ചിട്ടാണ്, രാജാ കേശവദാസനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് രാജാ കേശവദാസനെക്കുറിച്ച് നോക്കാം. ദിവാൻ പദവി സ്വീകരിച്ച തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി. ദിവാൻ പദവി സ്വീകരിച്ച തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ആര്? രാജാ കേശവദാസൻ എന്ന് പറയുന്നത്. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്നു. വലിയ ദിവാൻജി എന്ന് പറയുന്ന ആരാണ്? രാജാ കേശവദാസനെയാണ് വലിയ ദിവാൻജി എന്ന് വിളിച്ചിരുന്നത്. ശരിയായ നാമം കേശവപിള്ള. കേശവപിള്ള എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം. കേശവദാസ രാജ എന്ന ബഹുമതി നൽകിയ, ശരിക്കും കേശവദാസൻ എന്നാണ് കേശവദാസന് രാജ എന്നൊരു ബഹുമതി നൽകിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുമ്പിൽ രാജാ കേശവദാസ് എന്നൊരു പേര് വരാൻ കാരണം. അദ്ദേഹത്തിന് രാജ എന്ന് പറയുന്ന എന്താണ്? അതൊരു ബഹുമതിയാണ് കേട്ടോ. അപ്പോൾ രാജ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് ആര്? രാജാ കേശവദാസൻ. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? രാജാ കേശവദാസൻ തന്നെയാണ്. ശരിയായ നാമം കേശവപിള്ള എന്താണ്? തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം സ്ഥാപിച്ചത് നമ്മുടെ രാജാ കേശവദാസനാണ്. അതുപോലെ ആലപ്പുഴ നഗരം, ആലപ്പുഴ തുറമുഖം എന്നിവ സ്ഥാപിച്ച ദിവാൻ. അപ്പോൾ ആലപ്പുഴ നഗരം, ആലപ്പുഴ തുറമുഖം എന്നിവ സ്ഥാപിച്ച ദിവാനാണ്. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം സ്ഥാപിച്ചത് ആരാണ്? രാജാ കേശവദാസനാണ്. MC റോഡ്, അതായത് സംസ്ഥാന പാത 1 പണി കഴിപ്പിച്ചത് ആരാണ്? ഈ രാജാ കേശവദാസനാണ്. MC റോഡിൻ്റെ ആരംഭ സ്ഥലത്തിന് കേശവദാസപുരം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന രാജാ കേശവദാസനോടുള്ള സൂചകമായിട്ടാണ്. ഇപ്പോൾ MC റോഡിൻ്റെ ആരംഭ സ്ഥലത്ത് കേശവദാസപുരം എന്ന് പേര് നൽകിയത് എന്തുകൊണ്ടാണ്? രാജാ കേശവദാസാണ് MC റോഡ് പണി കഴിപ്പിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആചാര സൂചകമായിട്ടാണിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ, ആലപ്പുഴ നഗരവും ആലപ്പുഴ തുറമുഖം എന്നിവ സ്ഥാപിച്ച ദിവാൻ, MC റോഡ്, അതായത് സംസ്ഥാന പാത 1 പണി കഴിപ്പിച്ചത് MC റോഡിൻ്റെ ആരംഭ സ്ഥലത്തിന് കേശവദാസപുരം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന രാജാ കേശവദാസനോടുള്ള ആദര സൂചകമായിട്ടാണ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ദിവാനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ന് പറയുന്നത്. വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അപ്പോൾ വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. തിരുവിതാംകൂറിലെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി വിഭജിച്ച ധർമ്മരാജയുടെ മന്ത്രി. അപ്പോൾ തിരുവിതാംകൂറിലെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളെ വിഭജിച്ച ധർമ്മരാജയുടെ മന്ത്രിയാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ന് പറയുന്നത്.
പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെടുങ്കോട്ടയെക്കുറിച്ചാണ്. മൈസൂർ ആക്രമണം ചെറുക്കാനായി ധർമ്മരാജ പണി കഴിപ്പിച്ച കോട്ടയാണ് ഏത്? നെടുങ്കോട്ട. അപ്പോൾ നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? നമ്മുടെ ധർമ്മരാജയാണ്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം നെടുങ്കോട്ട പണി കഴിപ്പിച്ചത്? മൈസൂർ ആക്രമണം ചെറുക്കുന്നതിനായാണ്. അപ്പോൾ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്കല നഗരത്തിൻ്റെ സ്ഥാപകനാണ്. തിരുവിതാംകൂറിലെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളെ വിഭജിച്ച് ധർമ്മരാജയുടെ മന്ത്രിയായിരുന്നു. നെടുങ്കോട്ടയെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ നോക്കാനുള്ളതിന്? മൈസൂർ ആക്രമണം ചെറുക്കാനായി ധർമ്മരാജ പണി കഴിപ്പിച്ച കോട്ടയാണ് നെടുങ്കോട്ട എന്ന് പറയുന്നത്. നെടുങ്കോട്ട കേരളത്തിൻ്റെ വൻമതിൽ എന്നറിയപ്പെടുന്നു. നെടുങ്കോട്ട എന്തെന്നാണ് അറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ വൻമതിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അത് നമ്മുടെ ധർമ്മരാജയാണ്. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച് രാജാ കേശവദാസനാണ് കേട്ടോ. അപ്പോൾ നെടുങ്കോട്ട പണി കഴിപ്പിച്ച് ധർമ്മരാജയാണെങ്കിൽ തൃശ്ശൂരിലുള്ള നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അത് രാജാ കേശവദാസനാണ്. 1789 ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട. 1789 ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. ഈ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ആരുടെ കയ്യിൽ നിന്നാണ് ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയത്? ഡച്ചുകാരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ നെടുങ്കോട്ട കേരളത്തിൻ്റെ വൻമതിൽ എന്നറിയപ്പെടുന്നു. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണി കഴിപ്പിച്ച ആരാണ്? രാജാ കേശവദാസനാണ്. 1789 ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയ 2 കോട്ടകൾ ഏതൊക്കെയാണ്? ഒന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ആരുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയത്? ഡച്ചുകാരുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ധർമ്മരാജയെക്കുറിച്ചിട്ടാണ് പഠിച്ചു പോയത്. നമ്മൾ തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ചാണ് നോക്കിപ്പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ധർമ്മരാജയെക്കുറിച്ചിട്ടാണ് പഠിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് BSc ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.